നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. നിരവധി വാർത്തകളുണ്ട്. ആദ്യമേ തന്നെ വളരെ വേദനാജനകമായ ഒരു വാർത്തയിലേക്ക് കടക്കുകയാണ്. അതിൽ നമുക്ക് തുടങ്ങാം എന്ന് തോന്നുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് പ്രവാസി മലയാളി യുവാവ് സൗദി അറേബ്യയിലെ അൽ ഹസയിൽ അന്തരിച്ചു. പുതിയ ജോലിയിൽ പ്രവേശിക്കാനായി പോകുന്നതിനിടെയാണ് ഹൃദയാഘാതം അനുഭവപ്പെട്ടത്. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി ഗോകുൽ സ്ട്രീറ്റിൽ പി ഹൌസിൽ മുഹമ്മദ് നൌഫൽ പുത്തൻപുരയിൽ 41 വയസ്സാണ് മരിച്ചത്. കിഴക്കൻ പ്രവിശ്യയിലെ അൽഹസയിലുള്ള സ്ഥാപനത്തിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ രാവിലെ പോകുന്നതിനിടെ വാഹനത്തിൽ വെച്ച് തന്നെ നൌഫലിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു, കുഴഞ്ഞു വീഴുകയും ചെയ്തു. ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്നവർ ഹുഫൂഫിലെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ നില വളരെ ഗുരുതരമായിരുന്നു. തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. ദുബായിൽ ജോലി ചെയ്തിരുന്ന നൌഫൽ 6 മാസം മുമ്പാണ് ദമ്മാമിൽ ജോലിക്കായി എത്തിയത്. തുടർന്ന് ഹുഫൂഫിലെ കമ്പനിയിൽ സ്ഥിരം ജോലി ലഭിച്ചതിനെ തുടർന്ന് അങ്ങോട്ടുള്ള യാത്രയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. പോക്കറും നഫീസയുമാണ് നൌഫലിന്റെ മാതാപിതാക്കൾ. ഭാര്യ റാനിയ, 2 മക്കളുണ്ട്. അൽഹസ KMCCയുടെ നേതൃത്വത്തിൽ നൌഫലിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നിയമപരമായ നടപടികൾ പുരോഗമിക്കുന്നു. സംസ്കാരം പിന്നീടാണ്. 41 വയസ്സാണ്. 41 വയസ്സായിട്ടുള്ളൂ. 2 കുട്ടികളും. അതും പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു യാത്രയായിരുന്നു. ഓരോരുത്തരുടെയും ജീവിത അവസാനം അല്ലെങ്കിൽ അവരുടെ അന്ത്യം എങ്ങനെയാണ് എന്ന് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് പോലെ സംഭവിക്കും. നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ ആയുസിന്റെ കാര്യത്തില്. ശാസ്ത്രം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മരണത്തിന്റെ മുന്നിൽ നമ്മൾ നിസ്സഹായത തന്നെയാണ്. അതിന് എത്ര കുഞ്ഞുമക്കൾ തങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതെ, ഇനിയും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ എടുത്തു പറയേണ്ട കാര്യം ഹൃദയാഘാതമായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് വരുന്ന ഹൃദയാഘാത വാർത്തകൾ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. നിയമ നടപടി, എന്തെങ്കിലും ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച ഒരു കാര്യങ്ങൾ, പ്രവാസികൾക്ക് ഉണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം, അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ അത്രയും നന്നായിരിക്കുമായിരുന്നു. കാരണം നമ്മൾ തന്നെ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ പറഞ്ഞു കേൾക്കുന്നവർക്ക് തന്നെ ഇതൊരു മടുപ്പായി തോന്നിയേക്കാം. പക്ഷെ നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രവാസികൾക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഹൃദയാഘാതം ഉണ്ടാകുന്നത്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ പലപ്പോഴായി ഉയരുകയാണ്. ഇത്തരത്തിൽ മരണ വാർത്തകൾ എന്നും വായിക്കുക എന്നുള്ള ഒരു ദൗർഭാഗ്യം നമുക്ക് തന്നെ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അത് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും വീണ്ടും എപ്പോഴും വായിക്കാൻ. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഭക്ഷണത്തിന്റെയും കാലാവസ്ഥയുടെയും മാറ്റമായിരിക്കണം ഇവരിൽ ഇത്രയധികം ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ടും ഭക്ഷണം തന്നെ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ് ഉണ്ടായിരിക്കും. കാരണം ജോലിയിൽ ഉണ്ടാകുന്ന ഒരു അമിത ജോലി ഉണ്ടായിരിക്കും. അതിന്റെ ഒപ്പം തന്നെ നാട്ടിലേക്ക് പോകാൻ പറ്റാത്തതിന്റെ സ്ട്രെസ്, ഇതെല്ലാം ഈ ഒരു ജോലിയിലേക്ക് പോകുന്ന ആളായിരുന്നു. ഒരു പക്ഷേ മറ്റ് മുമ്പ് ഹൃദയാഘാതമായി അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആയതാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും ആ കുടുംബത്തിന് വലിയൊരു തീരെ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണം. തീർച്ചയായിട്ടും മറ്റൊരു വാർത്തയിലേക്ക് കൂടി കടക്കുകയാണ്. ബൌഷർ വിലായത്തിൽ റെസിഡൻസിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച പ്രവാസി മലയാളിയും ഭാര്യയും മരിച്ച വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി പങ്കജാക്ഷൻ എന്ന 59 വയസ്സുകാരൻ, ഭാര്യ തമിഴ്നാട് സ്വദേശിനി സജിത എന്ന 53 വയസ്സുകാരി എന്നിവരാണ് മരിച്ചത്. കൂത്തുപറമ്പ് സ്വദേശിയായിരുന്നു. നമ്മൾ ആദ്യം വാർത്ത വായിച്ച ഇപ്പോഴുണ്ടായിരുന്ന പ്രവാസിയും കൂത്തുപറമ്പ് സ്വദേശിയായിരുന്നു. സ്ഫോടനത്തെ തുടർന്ന് കെട്ടിടം ഭാഗികമായി തകർന്നു വീണു. സിവിൽ ഡിഫൻസ് അതോറിറ്റി ടീമുകൾ ഉടനടി സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അടുത്തത്, ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഖുറിയാത്തിൽ 48.6 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അൽ അസ്രയിൽ 47.2 ഡിഗ്രിയും സൂറിൽ 46.4 ഡിഗ്രിയും രേഖപ്പെടുത്തി. അൽ അവാബി, ഇബ്ര, ഖസബ് എയർപോർട്ട്, സമായിൽ, ഇസ്കി എന്നിവിടങ്ങളിലും 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു താപനില. ബൌഷർ, നിസ്വ, മസ്കറ്റ് രാജ്യാന്തര വിമാനത്താവളം എന്നിവിടങ്ങളിലും ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ജൂൺ 1 മുതൽ ഉച്ചവിശ്രമം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒമാൻ തൊഴിൽ മന്ത്രാലയം പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. ചൂട് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന പുറം ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുള്ള മുൻകരുതലുകളെ കുറിച്ചുമെല്ലാം അവബോധം വളർത്തുകയാണ് ഈ ക്യാമ്പിന്റെ ലക്ഷ്യം. വേനൽക്കാലത്തെ ഉയർന്ന താപനിലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് തൊഴിലുടമകളെയും തൊഴിലാളികളെയും ബോധവാന്മാരാക്കുന്നതിൽ ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഉച്ചസമയത്തെ ജോലി നിർത്തിവെക്കുന്നതിനുള്ള നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കുന്നതിന് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതായാണ് മന്ത്രാലയം അറിയിച്ചത്. കുവൈറ്റിൽ ഉച്ചസമയങ്ങളിൽ മാൻപവർ പബ്ലിക് അതോറിറ്റി ജോലിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ജൂൺ 1 മുതൽ 3 മാസത്തേക്ക് കുവൈറ്റിൽ ഉച്ചസമയത്ത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് നിരോധിക്കും. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ ഔട്ട്ഡോർ ജോലികൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. കടുത്ത ചൂടിൽ നിന്ന്
തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക സംഘത്തെ നിയമിക്കുമെന്നും നിർദ്ദേശം നടപ്പാക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അവരുടെ സുരക്ഷയാണ് കൂടുതൽ പ്രാധാന്യം എന്ന പ്രമേയത്തിൽ ബഹുഭാഷാ ബോധവൽക്കരണ ക്യാമ്പയിനും ആരംഭിച്ചു. അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള നടപടിയാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂട് കൂടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം മുൻകരുതലുകളാണ് എടുക്കുക എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഈ ഉച്ച സമയത്തുണ്ടാകുന്ന ഒരു ഇടവേള അത് പ്രവാസികളെ സംബന്ധിച്ച്, തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. കുവൈത്തിലെ ജഹ്റയിൽ ഒരു ജ്വല്ലറിയിൽ നിന്ന് 60,000-ലധികം കുവൈത്ത് ദിനാറിൽ കൂടുതൽ വില മതിക്കുന്ന 2 കിലോഗ്രാം സ്വർണം മോഷ്ടിച്ചതിന് 2 പ്രവാസി ജീവനക്കാരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ജഹ്റ പോലീസ് സ്റ്റേഷൻ അന്വേഷകന്റെ ഉത്തരവ് പ്രകാരമാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രവാസികൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റിന് ശേഷം പരാതി നൽകിയ വ്യക്തിയെയും ചോദ്യം ചെയ്യുമെന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. കുറ്റകൃത്യവുമായി രജിസ്റ്റർ ചെയ്ത സംഭവം കമ്പനിയുടെ മാനേജറായ സേവനമനുഷ്ഠിക്കുന്ന ഒരു പ്രവാസിയാണ് വെളിച്ചത്ത് കൊണ്ടുവന്നത്. 2 കിലോഗ്രാം സ്വർണം കാണാതായതും സഹപ്രവർത്തകരായ 2 പ്രവാസി ജീവനക്കാർ ഇത് മോഷ്ടിച്ചതായും അദ്ദേഹം പോലീസിൽ പരാതി നൽകി. ഏപ്രിൽ 9 രാവിലെ 9 മണിക്കും ഏപ്രിൽ 15 രാവിലെ 11 മണിക്കും ഇടയിൽ മോഷണം നടന്നതായാണ് മാനേജർ പറയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 2 പേരെയും പിടികൂടിയത്. പരാതിയിൽ പരാമർശിച്ചിരിക്കുന്ന ഈ നിർദ്ദിഷ്ട തീയതികളും സമയങ്ങളും ഉണ്ടായിരുന്നിട്ടും ആരോപണങ്ങൾ ശരിവെക്കുന്ന നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. മോഷണം അധികൃതരെ അറിയിക്കാൻ കമ്പനി വൈകിയതിന്റെ കാരണവും പരാതിക്കാരൻ വ്യക്തമാക്കിയിട്ടില്ല. പ്രവാസികൾ മലയാളികളാക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ ഇനി അടുത്തത്, നിരവധി പ്രവാസികൾക്ക് പൗരത്വം അനുവദിച്ചിരിക്കുകയാണ് ഒമാൻ. 156 പ്രവാസികൾക്കാണ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പൗരത്വം അനുവദിച്ചുകൊണ്ടുള്ള രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അടുത്തിടെ ഒമാനി പൗരത്വം നേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ പരിഷ്കരിച്ചിരുന്നു. അവയെല്ലാം കൂടുതൽ ലളിതമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സുൽത്താൻ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. പൊതു താൽപര്യം മുൻനിർത്തിയാണ് പുതിയ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത്. പൗരത്വവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ആഭ്യന്തര മന്ത്രാലയത്തിലാണ് സമർപ്പിക്കേണ്ടത്. മന്ത്രാലയം അപേക്ഷകൾ പഠിക്കുകയും നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ള നടപടിക്രമങ്ങളും നിയന്ത്രണങ്ങളും അനുസരിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യും. മതിയായ കാരണങ്ങൾ ബോധിപ്പിക്കാതെ അപേക്ഷകൾ മന്ത്രാലയത്തിന് നിരസിക്കാവുന്നതാണ്. ഒമാനി പൗരത്വത്തോടൊപ്പം തന്നെ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം അനുവദിക്കില്ല. ഒമാനി പൗരത്വം ലഭിച്ചതോ പുനഃസ്ഥാപിക്കപ്പെട്ടതോ ആയ ആളുകൾ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള പൗരാവകാശങ്ങൾക്ക് അർഹരാണ്. ഒരുപക്ഷെ പ്രവാസികളിൽ മലയാളികൾ ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും. ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ സൗദി അറേബ്യയുടെ ഈ അംഗങ്ങൾ പങ്കെടുത്തിരുന്നു. പ്രതിനിധി അംഗങ്ങളാണ് പങ്കെടുത്തത്. വിദേശകാര്യ കാലാവസ്ഥ കാര്യ സഹമന്ത്രി അദീൽ ബിൻ അഹമ്മദ് അൽ ജുബൈറിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ചടങ്ങുകളിൽ പങ്കെടുത്തത്. ഇറ്റലിയിലെ സൗദി അറേബ്യയുടെ സ്ഥാനപതി ഫൈസൽ ബിൻ സദാം ബിൻ അബ്ദുൾ അസീസ് രാജകുമാരനും സൗദി സംഘത്തിനൊപ്പം പങ്കെടുത്തിരുന്നു. വത്തിക്കാനിലെത്തിയ സൗദി മന്ത്രിതല പ്രതിനിധി സംഘത്തിന് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. സ്ഥാനാരോഹണ ചടങ്ങിൽ സുപ്രീം കൌൺസിൽ അംഗവും റാസൽ ഖൈമ ഭരണാധികാരിയുമായ ഷെയ്ഖ് സൌദ് ബിൻ സഖർ അൽ ഖാസിയും പങ്കെടുത്തിരുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം പങ്കെടുത്തത്. ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തന്നെയാണ് അദ്ദേഹവും പങ്കെടുത്തത്. ഒട്ടേറെ രാഷ്ട്ര തലവന്മാരും നേതാക്കന്മാരും ലോകപ്രമുഖരുടെ സാന്നിധ്യത്തിലുമായിരുന്നു ചടങ്ങ്. സമാധാനം, സഹവർത്തിത്വം, സാംസ്കാരിക സംവാദം എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ലിയോ പാപ്പ വിജയിക്കട്ടെ എന്ന് ഷെയ്ഖ് സൌദ് അറിയിച്ചിരിക്കുകയാണ്. മാനുഷിക ദൌത്യങ്ങളോടുള്ള ഈ പ്രതിബദ്ധതയും ആഗോളതലത്തിൽ സമാധാനം, സഹവർത്തിത്വം, സഹിഷ്ണുത എന്നിവ ഏകീകരിക്കുന്നതിന് ലിയോ 14 മാർപ്പാപ്പയുടെ കൂടെ പ്രവർത്തിക്കാൻ UAE പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം ആശംസിച്ചിരുന്നു. 2019 അബുദാബിയിൽ അൽ അസർ ഗ്രാൻഡ് ഇമാം പ്രൊഫസർ അഹമ്മദ് അൽ തായിബും കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയും ഒപ്പുവെച്ച മാനുഷ്യ സാഹോദര്യത്തെ കുറിച്ചുള്ള രേഖയിലൂടെ ലോകമെമ്പാടുമുള്ള മതങ്ങൾക്കിടയിൽ ഈ സഹിഷ്ണുത, സമാധാനം, സംഭാഷണം എന്നീ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ വലിയൊരു മഹത്തായ ചടങ്ങിൽ സൗദി അറേബ്യയിൽ നിന്നും അതുപോലെ തന്നെ കുവൈറ്റിൽ നിന്നും ഖത്തറിൽ നിന്നും ഒക്കെ തന്നെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്നും പ്രതിനിധി സംഘം പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും സമാധാനത്തിന്റെ ദിവസങ്ങൾ തന്നെ ആയിരിക്കട്ടെ ഇനിയും പുലരുന്നത്. ഒരുപക്ഷെ സൗദിയും അതുപോലെയുള്ള പ്രവാസ ലോകരാജ്യങ്ങൾ ഏതൊരു രാജ്യവുമായി കരാറിൽ ഒപ്പിട്ടാലും ഉടമ്പടിയിലെത്തിയാലും പ്രവാസികൾക്ക് അതുവഴി ഒരു നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിയുന്നതക്ക വിധത്തിലുള്ള പദ്ധതികൾ കൂടി ആയിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.